നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാച്ച്മാനെ മരിച്ച നിലയിൽ കണ്ടെത്തി. LDFന്റെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി. കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു. വാർത്തകൾ വിശദമായി. ഇരിഞ്ഞാലക്കുട കോളേജ് റോഡിലുള്ള ജോൺസ് കോണ്ട സ്ഥാപനത്തിലെ ജീവനക്കാരൻ ഊളക്കാട് സ്വദേശി ജോണിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. സ്ഥാപനത്തിന് പിന്നിലുള്ള വർക്ക്ഷോപ്പിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ സ്ഥാപനം തുറക്കുന്നതിന് വന്ന ജീവനക്കാരാണ് മൃതദേഹം ആദ്യമായി കണ്ടത്. 2 വർഷമായി ജോൺസ് കോണ്ടയിൽ വാച്ച്മാനായി ജോലി നോക്കുകയാണ് ഇയാൾ. ഇരിഞ്ഞാലക്കുട പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ UDF ദുർഭരണം നടത്തുന്നുവെന്ന് ആരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രകടനവും ധർണയും നടത്തി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം CO പൗലോസ് മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട്, മണ്ഡലം സെക്രട്ടറി TK സുധീഷ്, FM പ്രകാശൻ, TB ദിലീപ്, KR വിജയ, PV ശിവകുമാർ, AT വർഗീസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മുനിസിപ്പാലിറ്റിയെയും വോട്ടർ പട്ടിക വീണ്ടും ഒരിക്കൽ കൂടി പരിഷ്കരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു എന്നത് കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യമായ സന്നദ്ധത സംസ്ഥാന ഗവൺമെന്റിനുണ്ട് എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ്. അതുമാത്രമല്ല, നമുക്കെല്ലാം അറിയാം, ഈ വരുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ സ്ഥാപനങ്ങളിലെ 50% സ്ത്രീ റിസർവേഷനാണ്. നിയമസഭയിലും പാർലമെന്റിലും 33% സ്ത്രീ റിസർവേഷൻ നടപ്പിലാക്കണമെന്നുള്ള വാഗ്ദാനം ഇന്ത്യ ഗവൺമെന്റ് നൽകിയിട്ട് അനേക വർഷമായി എഴുത്തിലെ പശുവായി കിടക്കുകയാണ്. ലോക്സഭയിൽ ആ ബില്ല് അവതരിപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല. ലോക്സഭയിൽ ആ ബില്ല് എന്ന് അവതരിപ്പിക്കുമെന്ന് ഇന്നാർക്കും പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അത്തരം അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ബോയ്സ് VHSC വിഭാഗം, കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് സെൽ, NSS യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ രക്ഷാകർത്താക്കൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു. തൃശൂർ ക്രൈംബ്രാഞ്ച് DYSP KB ഗണേഷ് സുരേഷ് കുമാർ കൗൺസിലിംഗ് ക്ലാസ് എടുത്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. AK ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷൈമ സ്വാഗതവും ഹേന നന്ദിയും പറഞ്ഞു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.